തൃശ്ശൂർ MP TN പ്രതാപൻ നയിക്കുന്ന സ്നേഹ സന്ദേശയാത്ര ആരംഭിച്ചിരിക്കുകയാണ് തൃശ്ശൂരിൽ. ഇനിയിപ്പോൾ മാർച്ച് 5-ാം തീയതി വരെയാണ് യാത്ര. പ്രധാനമായിട്ടും നമ്മളോടുണ്ട്. എന്താണ് ഈ യാത്രയുടെ ഒരു ഉദ്ദേശം? നമ്മുടെ സമൂഹത്തിൽ വെറുപ്പ് ഭയങ്കരമായി പ്രചരിപ്പിക്കുകയാണ്. വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികൾ തുടങ്ങുന്നത് പോലെയാണെന്ന് നമ്മുടെ രാജ്യത്ത് കാണുന്നത്. മതത്തിൻ്റെ പേരിൽ, വിശ്വാസങ്ങളുടെ പേരിൽ ആളുകൾ ഭിന്നിപ്പിക്കാൻ വേണ്ടി എന്താണോ മാർഗം എന്നുള്ളത് അന്വേഷിച്ചു പോകുന്ന ഒരു ഗവേഷക സംഘത്തെ പോലെയാണ് ഭരണകൂടം പോലും. അങ്ങനെ ഒരു ഭരണകൂട ഭീകരത രാജ്യത്ത് അടിച്ചേൽപ്പിക്കപ്പെടുന്നു. ആ വെറുപ്പിൻ്റെ ഭാഗമാണ് മണിപ്പൂരിൽ ഉണ്ടായിട്ടുള്ളത്. ആ വെറുപ്പിൻ്റെ ഭാഗമാണ് വടക്കേ ഇന്ത്യയിലെ പല സംസ്ഥാനത്തും കാണുന്നത്. അപ്പോൾ നമ്മൾ ഒരു ചെറിയ രീതിയിൽ ആശ്വസിച്ചു, കേരളത്തിലുണ്ടാകില്ലല്ലോ. എന്നാൽ കേരളത്തിലും ഈ വെറുപ്പ് അതിരൂക്ഷമായി നടന്നുകൊണ്ടിരിക്കെ തൃശ്ശൂരിൽ അതിന് ചില സൂചനകൾ വരികയാണ്. ചരിത്ര പ്രസിദ്ധമായ പാലയൂർ വിശുദ്ധ സെയിന്റ് തോമസ് ദേവാലയം, അതേപോലെ തൃശ്ശൂരിലെ പുരാതനമായ പുത്തമ്പള്ളി, അവയെല്ലാം ചില ഫാസിസ്റ്റുകൾ, പ്രത്യേകിച്ചും മതാധിഷ്ഠിതമായി ചിന്തിക്കുന്ന ചില ഫാസിസ്റ്റുകൾ അത് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് ആളുകൾക്കിടയിൽ വലിയ ആശങ്കയും ഭയങ്കരമായൊരു ഭീകരമായ സാഹചര്യം മനസ്സുകളിൽ സൃഷ്ടിക്കുകയാണ്. 14 ദിവസം ഏകദേശം 300 കിലോമീറ്ററിൽ താഴെയായി ഞാനും തിരഞ്ഞെടുക്കപ്പെട്ട 100 സഹപ്രവർത്തകന്മാരും കാൽനടയായി വിവിധ ഗ്രാമനഗരങ്ങളിലേക്ക് പോവുകയാണ്. ഈ വിശ്വാസങ്ങളുടെ പേരിൽ മനുഷ്യനെ അകറ്റാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടൽ ഉണ്ടാകരുത്. ഇതാണ് ഈ വെറുപ്പിനെതിരെയുള്ള സ്നേഹ സന്ദേശ യാത്രയുടെ ആശയം. തൃശ്ശൂരാണ് BJP ഉന്നം വെച്ചിരിക്കുന്ന ഒരു മണ്ഡലം എന്നാണ്, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും അധികം പ്രതീക്ഷയുള്ള മണ്ഡലം എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു MP എന്ന നിലയ്ക്ക് എങ്ങനെയാണ് തൃശ്ശൂരിലെ ഒരു സാധ്യത? എങ്ങനെയാണ്? ഞാൻ മറ്റൊരുത്തനെ നിഷേധിക്കുന്നതല്ല തൃശ്ശൂരിന്റെ സംസ്കാരം. എല്ലാവരെയും സ്വീകരിക്കുന്നതും ആണ് തൃശ്ശൂരിന്റെ സംസ്കാരം. ആ സംസ്കാരമുള്ള ഒരു തൃശ്ശൂരിൽ ഒരു കാരണവശാലും വർഗീയ വിത്ത് വേവില്ല, ഒരു കാരണവശാലും വേവില്ല. അത് സാധാരണ അറിയുന്ന ആൾക്ക് എല്ലാവർക്കും അറിയാം. അരിയാഹാരം കഴിക്കുന്ന ഒരാളും തൃശ്ശൂരിൽ വർഗീയ ഫാസിസ്റ്റുകൾക്ക് എടുക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നില്ല. ഇത് മതനിരപേക്ഷതയുടെ മണ്ണാണ്. ആ മതനിരപേക്ഷതയുടെ രാഷ്ട്രീയമാണ് ഞങ്ങളുടെ എല്ലാവരെയും രാഷ്ട്രീയം. എന്തായാലും സ്നേഹ സന്ദേശയാത്ര പുരോഗമിക്കുകയാണ്. മാർച്ച് 5-ാം തീയതി വരെയാണ് സ്നേഹ സന്ദേശയാത്ര. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.